ശ്രീകൃഷ്ണ അവതാരം ഭഗവാൻ കൃഷ്ണന് മാത്രം എന്താണ് ഇത്ര പ്രാധാന്യം കൊടുത്തത്? ശ്രീരാമൻ സീതാദേവി പോകുമ്പോഴും ലക്ഷ്മണനെ ഉപേക്ഷിച്ചപ്പോഴും സാധാരണ മനുഷ്യരെ പോലെ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആകെ കരഞ്ഞത് യശോദയെ കളിപ്പിക്കാനും സഹപാഠിയായ സുദാമാവിനെ കണ്ടപ്പോഴും മാത്രമാണ്. ഭഗവാന് എല്ലാം ലീലകളായിരുന്നു. ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും അത് തട്ടിമാറ്റി പോകുന്നതും ഭഗവാന്റെ ലീലകളായിരുന്നു. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ജനിച്ചു, ജീവിച്ചു, ജീവൻ വെടിഞ്ഞു. ശരീരം പോയാലും മനസ്സ് നിലനിൽക്കുന്നുണ്ടെന്ന അറിവിലേക്കെങ്കിലും ഉയരാൻ സാധിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. കൃഷ്ണൻ എന്നാൽ പൂർണ്ണത എന്നും അർത്ഥമുണ്ട്, പ്രേമം എന്നും അർത്ഥമുണ്ട്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാകും. അഹങ്കാരത്തെ തൃപ്തിയാക്കിയാലേ നമുക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയൂ. നിന്ദിക്കുന്നവനെ പോലും സ്നേഹിക്കാൻ സാധിക്കണം. നമ്മളെ വെറുക്കുന്നവരെ പോലും വേദനിപ്പിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഭഗവാന് ആരെയും വെറുക്കാൻ കഴിയില്ല. ഭഗവാൻ നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മളെ സ്നേഹിക്കുന്നതെങ്കിൽ നമ്മളും ഭഗവാനെ സ്നേഹിക്കേണ്ടതല്ലേ? അക്കാര്യം നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് വേദനിക്കേണ്ടി വരുന്നത്. ഭഗവത് കഥകൾ പറയുന്നവനും കേൾക്കുന്നവനും പഠിക്കുന്നവരും ഒരുപോലെ ഭക്തനായിത്തീരും. കംസനെ വധിച്ചപ്പോഴും ശിശുപാലനെ വധിച്ചപ്പോഴും ഭഗവാൻ അതൊക്കെ ഒരു ലീലയായി എടുത്തു. ജീവിതം ഒരു കളിയായി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഈ ജീവിതം ഒരു പരീക്ഷണശാലയാണ്. ഓരോ നിമിഷവും ഓരോ പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ മനസ്സിനെ തളരാൻ അനുവദിക്കാതെ ഭഗവാനെ വിടാതെ ജീവിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഈ ഒഴുകുന്ന ജീവിതത്തിൽ ഭഗവത് പ്രേമത്തിൽ മുങ്ങിയിട്ടാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ, ഭഗവത് സ്മരണ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. പരീക്ഷണങ്ങൾ നമ്മളെ തളർത്താതെ ഉയർത്താൻ സഹായിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് മഹാത്മാക്കളെ കാണാനും അറിയാനും സാധിക്കുന്നത്. ചിരിക്കാൻ മൃഗങ്ങൾക്ക് കഴിയില്ല, മനുഷ്യർക്ക് മാത്രമേ കഴിയൂ. എന്നിട്ടും നമ്മൾ ചിരിക്കുന്നില്ലെങ്കിൽ നമ്മൾ മൃഗതുല്യരാകും. മനസ്സിൻ്റെ രോഗമാണ് ഭവരോഗം. അത് മാറ്റാൻ ഭാഗവതം കേൾക്കണം, സ്മരിക്കണം. ക്ഷേത്രങ്ങളൊക്കെ സത്സംഗത്തിൻ്റെ വേദിയാകണം. നമ്മളെ ഭഗവത് പ്രേമത്തിലേക്ക് ഉയർത്താൻ ഭഗവാൻ അവതരിച്ചു. ദേവാസുര യുദ്ധത്തിൽ മരിച്ചുപോയ അസുരന്മാരിൽ പലരും ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു. അവർ ദുഷ്ടന്മാരായ രാജാക്കന്മാരായും അധർമ്മികളായ പൗരന്മാരായും ഭൂമിയിൽ പിറന്നു. എല്ലായിടത്തും ദുഷ്ടതയും അധർമ്മവും വിളയാടാൻ തുടങ്ങി. ഭൂമിദേവിക്ക് ദുഷ്ടന്മാരുടെ ഭാരം സഹിക്കാനാവാതെ ആയി. ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ച് ബ്രഹ്മദേവനെ ചെന്ന് കണ്ട് തൻ്റെ സങ്കടം അറിയിച്ചു. തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ബ്രഹ്മാവ്, നാരദൻ തുടങ്ങിയ മുഖ്യന്മാരൊന്നിച്ച് മഹാദേവൻ്റെ അടുത്തെത്തി വിവരം പറഞ്ഞു. മഹാദേവൻ ദേവിയോട് പറഞ്ഞു, നമുക്കെല്ലാവർക്കും കൂടി വൈകുണ്ഠത്തിൽ പോയി ശ്രീ പത്മനാഭനെ കണ്ട് ഭൂമിദേവിയുടെ സങ്കടത്തിന് പരിഹാരമുണ്ടാക്കാൻ അപേക്ഷിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാദേവൻ നന്ദികേശൻ്റെ പുറത്തു കയറി പരിവാരസമേതം വാദഘോഷങ്ങളോടും നാരദൻ്റെ വീണാസംഗീതത്തോടും കൂടി പാലാഴിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി എല്ലാവരും ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ 1000 സൂര്യന്മാർ ഒന്നിച്ചു ഉദിച്ചു വരുന്ന തേജസ്സോടെ ഭഗവാനെ കാണാൻ സാധിച്ചു. അവർ ഭഗവാനോട് ഭൂമിദേവിയുടെ സങ്കടം ഉണർത്തിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭൂമിയുടെ ഭാരം തീർത്ത് രക്ഷിച്ചാൻ ഞാൻ മധുരയിൽ ഉത്തമ വിഷ്ണുഭക്തരായ വാസുദേവൻ്റെയും ദേവകിയുടെയും മകനായി ജനിക്കും. വിശ്വകാരുണിയായ വിഷ്ണുമായ അച്യുതഭക്തയായ യശോദയുടെ പുത്രിയായി ജനിക്കും. അനന്തൻ എൻ്റെ ജ്യേഷ്ഠനായും വരും. ദേവന്മാർ ഗോപന്മാരായും യാദവന്മാരായും ദേവസ്ത്രീകൾ ഗോപികമാരായും ജനിക്കും. ഇങ്ങനെ എല്ലാവരെയും സമാധാനിപ്പിച്ചിട്ട് വൈകുണ്ഠനാഥൻ നിദ്രയിൽ ലയിച്ചു. മറ്റുള്ളവർ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അക്കാലത്ത് മധുരനാഥനായ ശൂരസേനൻ്റെ പുത്രനായിരുന്നു വിഷ്ണുഭക്തനായ വാസുദേവർ. ഉഗ്രസേനൻ്റെ പുത്രനായ കംസൻ പദവികളെല്ലാം കൈയടക്കി വാഴുകയാണ്. കംസനെ കൊണ്ട് പൊറുതിയല്ലാതെ വാസുദേവർ ഇപ്രകാരം ചിന്തിച്ചു, കംസനെ ജയിക്കാൻ പ്രയാസമാണ്. അപ്പോൾ കംസനുമായി ബന്ധുത്വം കൂടുകയാണ് നല്ലത്. അങ്ങനെ ചിന്തിച്ച് വസുദേവ വിവാഹപ്രായമായ കംസന്റെ സഹോദരി ദേവകിയെ വിവാഹം കഴിച്ചു. സഹോദരനായ കംസൻ സഹോദരിക്ക് പൊന്നണീച്ച 400 ആനകൾ, 14,000 കുതിരകൾ, 8,000 പശുക്കൾ, പലവിധം പാത്രങ്ങൾ, പാതുകങ്ങൾ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സമ്മാനങ്ങൾ കൊടുത്തു. ഉഗ്രസേനൻ ദേവകിക്ക് കണക്കില്ലാത്ത സ്വർണ്ണാഭരണങ്ങളും കൊടുത്തു.
സഹോദരിയോടുള്ള സ്നേഹം കൊണ്ട് കംസൻ വാദ്യഘോഷങ്ങളോടെ ശാസ്ത്രാഭ്യാസികളായ അനുചരന്മാരെയും കൊണ്ട് ഒരു തേരും നൽകി ദേവകിയെ ഭർത്തൃഗൃഹത്തിലേക്ക് യാത്രയായി. വാത്സല്യഭാജകമായ ദേവകിക്ക് ആരിൽ നിന്നും ഒരു ഉപദ്രവം ഉണ്ടാകാതെ സുരക്ഷിതയായി അവളെ ഭർത്തൃഗൃഹത്തിലെത്തിക്കാൻ താൻ തന്നെ പോകുന്നതാണ് നല്ലതെന്ന് കരുതി കംസൻ തന്നെ നവദമ്പതികളെയും കൊണ്ട് യാത്ര തിരിച്ചു. അങ്ങനെ വിവാഹഘോഷയാത്ര നീങ്ങുമ്പോൾ ആകാശത്തുനിന്ന് ഒരു അശരീരി കേട്ടു. മന്നവ കംസ, നിന്റെ സഹോദരിയായ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. അതിനൊരു മാറ്റവും ഉണ്ടാകില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിക്കൊള്ളുക. ഈ അശരീരി വാക്യങ്ങൾ 3 പ്രാവശ്യം വ്യക്തമായി കേട്ടപ്പോൾ അജ്ഞാനിയായ കംസൻ ഭയം കൊണ്ട് നടുങ്ങിപ്പോയി. സഹോദരിയോടുള്ള സ്നേഹവാത്സല്യങ്ങളൊക്കെ മറന്ന് അതിയായ ക്രോധത്തോടുകൂടി കംസൻ ദേവകിയുടെ തലമുടിയെ ചുറ്റിപ്പിടിച്ച് വാളൂരി അവളെ വെട്ടാനായി ഒരുങ്ങി. അത് കണ്ട് വസുദേവർ എഴുന്നേറ്റ് ചെന്ന് കംസന്റെ കൈയും വാളും കൂടി പിടിച്ച് ഇങ്ങനെ ചോദിച്ചു: എല്ലാവരും സ്നേഹാദരങ്ങളോട് കൂടി ബഹുമാനിക്കുന്ന അങ്ങേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നുവാൻ എന്താണ് കാരണം? പെൺകൊല ചെയ്ത് അങ്ങയുടെ കീർത്തി നശിപ്പിക്കുന്നതെന്തിന്? നിഷ്കളങ്കയായ ഇവളെ വധിച്ചാൽ തന്നെയും അങ്ങേക്ക് മൃത്യു സംഭവിക്കാതിരിക്കുമോ? ചിലർ ജനിച്ചാൽ അപ്പോൾ തന്നെ മരിക്കുന്നു, ചിലർ മധ്യവയസ്സിൽ മരിക്കുന്നു, ചിലർ വാർദ്ധക്യകാലത്താണ് മരിക്കുന്നത്. എന്തായാലും ജനിച്ചാൽ മരിക്കുമെന്ന് ഉറപ്പല്ലേ? ജനനം മുതൽ 120 വയസ്സിൽ കൂടുതൽ മനുഷ്യന് ആയുസ്സില്ല. ഇത് സംഭവിക്കുന്നത് പൂർവജന്മ കർമ്മമനുസരിച്ചാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉത്ഭവിക്കുമ്പോൾ തന്നെ ബ്രഹ്മാവ് അയാളുടെ ആയുസ് നിശ്ചയിക്കുമെന്നതിൽ മാറ്റമില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് തത്വങ്ങൾ പറഞ്ഞ് കംസനെ അന്വയിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ വഴങ്ങിയില്ല. പിന്നെയും ദേവകിയെ കൊല്ലാനൊരുങ്ങിയപ്പോൾ വസുദേവർ പറഞ്ഞു: ദീനവത്സനായ നീ ഇവളെ വിട്ടയക്കുകയാണെങ്കിൽ ഇവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ അപ്പോൾ തന്നെ നിന്നെ ഏൽപ്പിക്കാം. ഇത് കേട്ടപ്പോൾ കോപമടങ്ങിയ കംസൻ ദേവകിയുടെ തലമുടിയിൽ നിന്നുള്ള പിടി അയച്ച് അങ്ങനെയെങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. സിംഹത്തിൻ്റെ വായിൽപ്പെട്ട മാൻകുട്ടിയെ എന്ന പോലെ പേടിച്ചു നിൽക്കുന്ന ദേവകിയെ വസുദേവർ എടുത്ത് മടിയിൽ വെച്ച് യാത്ര തുടർന്നു. ദേവകി ഗർഭിണിയായി. അവൾ പ്രസവിച്ച കുഞ്ഞിനെയും എടുത്ത് വസുദേവർ കംസന്റെ അടുത്തെത്തി. കുഞ്ഞിനെ കണ്ട് കംസന് സന്തോഷമായി. വസുദേവർ വാക്ക് പാലിച്ചല്ലോ. കംസൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഈ കുഞ്ഞിനെ എനിക്ക് ഭയമില്ല. 8ാമത്തെ പുത്രനല്ലേ വധിക്കുമെന്ന് അശരീരി കേട്ടത്. അതുകൊണ്ട് ഇവനെ നിങ്ങൾ കൊണ്ടുപോയി വളർത്തിക്കൊള്ളുക എന്ന് പറഞ്ഞ് വസുദേവരെ പോകാൻ അനുവദിച്ചു. ദുഃഖിച്ചു കിടക്കുന്ന ഭാര്യയുടെ അടുത്തെത്തി കുഞ്ഞിനെ കിടത്തി. വസുദേവർ കംസൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയിച്ചു. കുഞ്ഞിനെ യഥാസമയം കീർത്തിമാൻ എന്ന് പേരിട്ടു.